നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജനുവരിയിൽ പെൻഷൻ ലഭിച്ച ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഫെബ്രുവരി മാസത്തിൽ ബഡ്ജറ്റ് അവതരിക്കുന്നതിന് മുമ്പായി തന്നെ ഒരു മാസത്തെ പെൻഷനും കൂടി ലഭിക്കാനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ ജനുവരി മാസത്തിൽ 2 മാസത്തെ പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ഞങ്ങൾ ആനുകൂല്യം ഞങ്ങൾ അറിഞ്ഞില്ല, ആ അറിയിപ്പുകൾ ഞങ്ങൾ ചെയ്തിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ജനുവരി മാസത്തിൽ 2 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. 2024 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ 1 മാസത്തെ പെൻഷനും 2025 ജനുവരി മാസത്തെ പെൻഷനുമാണ് ഇപ്പോൾ ലഭിച്ചത്. പല ആളുകൾക്കും പെൻഷൻ ലഭിച്ചു. എന്നാൽ അന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ അടിയിൽ കമൻറ്റായി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇനി പെൻഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ളത്. ഞങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ പെൻഷൻ ലഭിച്ചു, പക്ഷേ ജനുവരിയിൽ പെൻഷൻ ലഭിച്ചിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളും പല കൂട്ടുകാരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റ് അന്വേഷണം നടത്തുക. ഒന്നുകിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ പെൻഷൻ പോർട്ടൽ വഴി നമുക്ക് നോക്കാം. അതുമല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ടോ അല്ലെങ്കിൽ വാർഡ് മെമ്പർമാർ മുഖേനയോ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത്. പെൻഷൻ മാസ്റ്ററിങ്, അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ നൽകേണ്ട സത്യവാങ്മൂലം, അതുമല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ട്. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളനുസരിച്ച് അവർ പെൻഷന് പുറത്തായതാവാം. വീടിൻ്റെ വലിപ്പം, വാഹനങ്ങൾ ഉണ്ടാവുക, അതുപോലത്തെ വരുമാനം അല്ലെങ്കിൽ ഭൂമി, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷന് പുറത്തായ ആളുകളുണ്ട്. അവർ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് കറക്റ്റ് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ സബ്മിറ്റ് ചെയ്തതാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് പെൻഷൻ ലഭിക്കും. അല്ലെങ്കിൽ വീടിൻ്റെ അളവിൻ്റെ കാര്യങ്ങൾ മറ്റോ ആണെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്നും വീടിൻ്റെ അളവുകൾ മറ്റും നൽകി നമുക്ക് പെൻഷൻ പുനഃസ്ഥാപിക്കാൻ കഴിയും. എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് കറക്റ്റായി അന്വേഷണം നടത്തുക. ഫെബ്രുവരി മാസത്തിലും 1 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ ലഭിക്കുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ജനുവരി മുതൽ ഇനി എല്ലാ മാസവും പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. 2025 നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കാം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അതിനു മുമ്പായി തന്നെ മുഴുവൻ പെൻഷനും കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ബഡ്ജറ്റിൽ പെൻഷൻ പണം കൂടുകയാണെങ്കിൽ ഫെബ്രുവരി മാസം ലഭിക്കുന്ന പെൻഷൻ പണം കൂടാൻ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ 1600 രൂപ ലഭിക്കുന്നത് 200 രൂപയോ 300 രൂപയോ കൂടാനാണ് സാധ്യത. ചിലപ്പോൾ അത് 2000 രൂപ വരെ ആകാനും സാധ്യത കാണുന്നുണ്ട്. ഏതായാലും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. പല ആളുകൾക്കും പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിലും 300-400 രൂപ കുറവുണ്ടായിട്ടും പല ആളുകൾ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അവർ ഇനി പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് വരുന്ന മുറക്ക് അവർക്ക് പെൻഷൻ ലഭിക്കും. എന്നാൽ ഇപ്പോൾ 3 മാസത്തോളം കുടിശ്ശികയാണ്. ഇപ്പോൾ ആ 300 രൂപയിലും 3 മാസത്തെ കുടിശ്ശികയുണ്ട്. അതും വരും ദിവസങ്ങളിൽ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സർക്കാർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായി ഫോളോ അപ്പ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.